ഗൈസേ, നമുക്ക് ഇന്ന് ഈ ഒരു ക്രോപ്പ് ടോപ്പിനെ ഒരു ഷോർട്സ് ആക്കി കൺവേർട്ട് ചെയ്താലോ? ഇത് നോർമലി കാണുന്ന ഒരു ടൈപ്പ് പാറ്റേൺ ആട്ടോ. അതായത് എല്ലാവരും ചെയ്യുന്ന ഒരു ടൈപ്പ് അപ്സൈക്ലിംഗ് ആണ്. ഞാനും ഇത് മുന്നേ ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടിയും കാണിച്ചു തരാമെന്ന്. ഇതുപോലെ ഒരു ചെറിയൊരു ക്രോപ്പ് ടോപ്പ് പോലെ വരുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ ആ ടോപ്പ് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മടക്കിയത് കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു കറക്റ്റ് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് നല്ലതായിട്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ഇതുപോലെ ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട്. ആ ഷോർട്ട്സ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഷോർട്ട്സിൻ്റെ ക്രോച്ച് ഏരിയ വരില്ലേ, ക്രോച്ച് ഏരിയ നമ്മൾ ആ സ്ലീവിലേക്ക് ഇങ്ങനെ ആ ടോപ്പിൻ്റെ സ്ലീവിൽ കണക്ട് ചെയ്തിരുന്ന ആ പോർഷനില്ലേ, ആ പോർഷൻ്റെ അങ്ങോട്ടേക്കാണ് ആ പാൻറ്റിൻ്റെ ക്രോച്ച് ഏരിയ നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് അതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ കറക്റ്റ് ആ ഒരു കട്ടിങ് കറക്റ്റ് ആ ഒരു ഫോൾഡിങ്ങിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ഇതുമായി ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലെങ്ത്ത് എത്ര വേണ്ടതെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ മേലോട്ട് അതായത് വേസ്റ്റിൻ്റെ ആ പോർഷനിലേക്കും എത്ര ലെങ്ത്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതിനനുസരിച്ചുള്ള ടോപ്പായിരിക്കണം. ടോപ്പ് അത്രയും ലെങ്ത്തും അത്രയും വിഡ്ത്തും ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഷോർട്ട്സ് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ടിപ്പോൾ ഞാൻ ഈ ക്രോച്ച് ഏരിയയുടെ അവിടെ കണ്ടു, സ്ലീവിൻ്റെ അവിടെ കാണിക്കുന്നു. ആ രീതിയിൽ വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാനും. നമ്മൾ സീം അലവൻസ് കിട്ടിയതിന് ശേഷം വേണം അത് കട്ട് ചെയ്തിട്ടെടുക്കാൻ. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് കണ്ടോ, അത് ബാൻഡ് പോലെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അത് ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കാം. കാരണം ഡയറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിട്ട് കോണ് പോലെ ആവുന്നുണ്ടാവും. അപ്പോൾ കറക്റ്റ് ഒരു സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് എനിക്ക് കണ്ടോ ഇത്ര ലെങ്ത്ത് മതി, അത്ര ലെങ്ത്ത് വരുന്ന രീതിയിൽ ഞാൻ പിന്നെ ആ ഒരു ക്രോച്ച് ഏരിയയും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാൻ ചെറുതായിട്ടൊരു സീം അലവൻസ് അതിൽ കൊടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സീം അലവൻസ് ഇട്ടിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇത് കണ്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ മേലത്തെ പോർഷൻ ഓൾറെഡി സ്റ്റിച്ചഡ് ആണ്. അപ്പോൾ താഴത്തെ പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ താഴെയുള്ള ആ ഒരു പോർഷൻ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഒരൊറ്റ ലെയറിൽ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. കാരണം ഇത് ഇങ്ങനത്തെ ബനിയൻ ടൈപ്പ് ക്ലോത്ത് ആയതുകൊണ്ട് അങ്ങനെ നൂല് പോരുന്ന ടൈപ്പൊന്നുമല്ല. അപ്പോൾ ജസ്റ്റ് അത് പുറത്തേക്ക് കാണുമ്പോൾ നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുക. പിന്നെ മേലത്തെ പോർഷൻ അത് കണ്ടോ, അവിടെ അങ്ങനെ ബാൻഡ് പോലെ ആക്കിയിട്ട് ഇലാസ്റ്റിക് കൊടുക്കാനാണ് പ്ലാൻ. അപ്പോൾ താഴെ നമ്മൾ അടിച്ചെടുക്കണം. ഇത് കണ്ടോ, ഞാൻ ജസ്റ്റ് ഒരൊറ്റ വൺ ഫോൾഡിങ് വരുന്ന രീതിയിലേ കൊടുത്തിട്ടുള്ളൂ. സിംഗിൾ ഫോൾഡിങ് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അത് കറക്റ്റ് മടക്കി അടിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെങ്ങനെ നൂല് പോരുന്ന അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. അപ്പോൾ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്രോച്ച് ഏരിയയും കൂടി അങ്ങനെ ഒരു വി ഷേപ്പിൽ അങ്ങനെ നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഇലാസ്റ്റിക് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇലാസ്റ്റിക്കും കൂടി അടിച്ചെടുക്കാം. സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഇതുപോലെയുള്ള ബനിയൻ്റെ ടോപ്പുകളൊന്നും കളയണ്ട. നമുക്കത് വീട്ടിൽ ഷോർട്ട്സൊക്കെ ആയിട്ട് ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ ഇത്. അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണണ്ടേ. ഞാനിത് ഇട്ടിട്ടില്ല, കുറച്ച് ചെറുതായതുകൊണ്ട് എനിക്ക് ഇടാനൊരു മടി. അപ്പോൾ ഞാനിത് ഇങ്ങനെയായിട്ടോ കാണിച്ചിട്ടുള്ളത്. കറക്റ്റ് ഫിറ്റിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അതെനിക്ക് ഫിറ്റിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വലിയൊരു ടീഷർട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസിലും ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ.